ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ദിയ കൃഷ്ണകുമാർ. നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അടുത്ത കാലത്ത്. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മകളുടെ രണ്ടാം വിവാഹമാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട്. സംഭവത്തേ ഉള്ളൂ, നമ്മുടെ അശ്വിനുമായി കമ്മിറ്റഡ് ആവുന്ന സമയത്ത് ദിയ ഒരു അമ്പലത്തിൽ വെച്ച് അവർ തമ്മിൽ കമ്മിറ്റഡ് ആയ സമയത്ത് അവർ അമ്പലത്തിൽ വെച്ച് ഒരു വാഗ്ദാനം എന്നുള്ള രീതിയിൽ വിവാഹം കഴിച്ചു. അപ്പോൾ മാതാപിതാക്കളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ എന്താ പറയുന്നത്, കുട്ടിക്കാലത്ത് പോലും അറിവില്ലാത്ത കാലത്ത് പലരും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. ഇതിനൊക്കെ ഇത്രത്തോളം ഇത് ചെയ്യാൻ വേണ്ടി എന്താണ്, പിന്നെ ആ കുട്ടി ഇടുന്ന ഡ്രസ്സിന് കുറ്റം, നടക്കുന്നതിന് കുറ്റം, ഇരിക്കുന്നതിന് കുറ്റം, ഇങ്ങനെ എത്രയോ പേര് ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ റിയാക്ട് ചെയ്യുന്ന നാറികളുടെ പ്രശ്നം അവരുടെ ഡ്രസ്സൊന്നുമല്ല, അവരുടെ ഫെയിമാണ്. രണ്ടാമത്തെ കാര്യം കൃഷ്ണകുമാറിൻ്റെ മകൾ, അവരുടെ രാഷ്ട്രീയം. ഈ രണ്ട് വിഷയമാണ്. ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. അവരുടെ വിവാഹം അവർക്ക് തോന്നിയ കണക്കടത്താൻ ഉള്ള അവകാശമുണ്ട്. ഈ 2024 ജീവിച്ചിട്ട് നിങ്ങൾ പറയുവാണ് അപ്പനും അമ്മയ്ക്കും ഒക്കെ കല്യാണത്തിൽ എന്താണ് കാര്യം? പുരോഗമന ചിന്തയൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ. ഒരാളുടെ വിവാഹം അവർ ഡിസൈഡ് ചെയ്യുന്നതാണ്, അവർ തീരുമാനിച്ച് അവർ നടത്തുന്നത്. അവർക്ക് ഇഷ്ടമുള്ള നടത്താം, അവർക്ക് 5 വിവാഹം നടത്താം. നിങ്ങൾക്ക് വല്ല പറയണ്ടോ? ഇത്തരം തെണ്ടിത്തരങ്ങൾ, ഇത്തരം സദാചാര ചിന്തകൾ കൊണ്ട് നടക്കുന്നത് ഇത്തിരി മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, എന്ത് ഒലക്കയുടെ മൂടിനാണ് ആ പെൺകുട്ടി ഇതിൻ്റെ പേരിൽ ആക്രമിക്കേണ്ടതൊക്കെ ആവശ്യം? അവർ 2, 10, 20 കല്യാണം കഴിക്കട്ടെ, അവർ രണ്ടുപേരും തന്നെയല്ലേ കല്യാണം കഴിക്കുന്നത്. ഇനി അവരെ ഡിവോഴ്സ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് വന്ന് പറയുന്നുണ്ട്. അവരുടെ ജീവിതം അവർ ഡിവോഴ്സ് ആവുകയോ ഒരുമിച്ച് താമസിക്കുകയോ, ഇഷ്ടമല്ലെങ്കിൽ ഡിവോഴ്സ് ആയി പോകണം, എന്താണ് തെറ്റ്? ഇല്ലാതെ പകരം ഇവരെ എക്കാലവും നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ എക്കാലവും ചൊന്നുകൊണ്ട് കിടക്കണോ? അങ്ങനൊന്നുമില്ല. ഇഷ്ടമില്ല എങ്കിൽ ഡിവോഴ്സ് ചെയ്ത് പോവുക, അല്ലാതെ അവരെ കൊല്ലാനും അവരുടെ മണ്ടയിൽ മണ്ണെണ്ണ ഒഴിക്കാനും ഇതേ കണക്കുള്ള പരിപാടിക്ക് ഒന്നും പോകാതിരിക്കുക. ഇത്തരം ടോക്സിസിറ്റിക്ക് ഒന്നും നമ്മൾ ഇടം കൊടുക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അവർ ഡിവോഴ്സ് ആവുകയോ ഒരു കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയോ, എന്തിനാണ് നിങ്ങൾക്ക് ഈ ഈ റിയാക്ട് ചെയ്യുന്ന ചാനലിന് ഇത്ര കണ്ണുകടികൾ? പലരും ഫെയിമിൻ്റെ പുറത്താണ് ആക്രമിക്കപ്പെടുന്നത്, ഉള്ള ഫെയിം ബാധ്യതയായിട്ടാണ് ആക്രമിക്കപ്പെടുന്നത്. അത് പലരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇപ്പം നമ്മുടെ ദിയ കൃഷ്ണകുമാർ ചെയ്യുമാതിരി വേറെ ആരും വീഡിയോ ചെയ്യാതിരിക്കുന്നില്ല. ഇതിലും വൾഗാരിറ്റി ആയിട്ട് കല്യാണത്തെയും മറ്റുമൊക്കെ കാണിക്കുന്ന ഒരുപാട് ഇതുണ്ട്. അപ്പം അവരുടെയൊക്കെ മുമ്പിൽ ദിയ ഒന്നുമല്ല. പക്ഷെ ആക്രമിക്കപ്പെടുന്നത് ദിയെ പോലുള്ള ആൾക്കാരാണ്. അതെന്തുകൊണ്ടാണ്? അത് കൃഷ്ണകുമാറിൻ്റെ മകളാണ്, അവർക്ക് ഫെയിമുണ്ട്, അവരുടെ ഫാമിലിയായിട്ട് ഈ പറയുമാതിരി രാഷ്ട്രീയപരമായിട്ട് അവർ വ്യത്യാസമാണ്. കേരളത്തിൻ്റെ പൊതുചിന്തയുടെ രാഷ്ട്രീയമല്ല അവരുടെ. രാഷ്ട്രീയം മാറ്റിവെക്കുക, കാഴ്ചപ്പാടുകൾ ഇത്തിരി കൂടെ പുരോഗമനമായിട്ട് ചിന്തിക്കുക. ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മളെ തെളിവായും കാണും. കാര്യം ഇവരെയൊക്കെ കുറ്റം പറയുന്നതാണ്, അതായത് സെലിബ്രിറ്റീസിനെ കുറ്റം പറയുന്നത് മാത്രമാണ് ചിലർക്ക് ഇഷ്ടം. കുറ്റമുള്ളവരെ പറയാം. എന്തിനാണ് ചുമ്മാ വെറുതെ ഇത് ചെയ്യുന്നത്? ഈ പറയുന്ന ദിയ കൃഷ്ണയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് പൊതു സ്ഥലത്ത് പോയിട്ട് വല്ല അലറി കൂവയൊക്കെ ചെയ്യുവാണെങ്കിൽ അവരെ പറയാം, അങ്ങനെ ചെയ്യുവാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ 4 ആളെ വിളിച്ചിരുത്തിയിട്ട് അസഫ്യം പറയുക. ഇതേ കണക്ക് ഞാനാണ് വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് ഇത് പറയുക. ആവർത്തിച്ച് ഒരേ ഇന്റർവ്യൂവിൽ ഇവിടെ വലിയ സെലിബ്രിറ്റീസൊക്കെ, ആഘോഷിക്കപ്പെടുന്ന സെലിബ്രിറ്റീസൊക്കെ ആവർത്തിച്ച് ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനൊന്നും ആർക്കും ഒരു കുറ്റമില്ല. അവരവരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഇതില്ലെങ്കിൽ, റൈറ്റ്സ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? മാത്രമല്ല അവരുടെ കോണ്ടന്റുകൾ അവരാണ് മേക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ചിലപ്പോൾ ഒറിജിനൽ ആണോ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവരുടെ കോണ്ടന്റ് അവരാണ് മേക്ക് ചെയ്യേണ്ടത്. അവരത് മേക്ക് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്, അതിനകത്ത് ശ്രദ്ധയും കിട്ടുന്നുണ്ട്. ഇതിനകത്ത് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഈ റിയാക്ഷൻ ചാനലിനോടാണ് മെയിനായിട്ടും പറയുള്ളത്. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ അടക്കമുള്ള റിയാക്ഷൻ ചാനലിനോടാണ് പറയുന്നത്, നിങ്ങളടക്കം ഞാനും അടക്കം ഉള്ള എല്ലാവരും ഇവർ കിട്ടിയിരുന്ന എച്ചില് പറ്റിയാണ് ഇതാക്കുന്നത്. അതിനകത്ത് എന്തിനാണ് ഈ സദാചാര ചിന്ത? ഒന്നുമില്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരോട് ഒരു ഇത്തിരി ക്രെഡിബിലിറ്റി കാണിക്കണം, അവരോടൊരു നീതിബോധം കാണിക്കണം. നിങ്ങൾക്ക് ചിലപ്പം ഈ പറയുമാതിരി സദാചാര ചിന്തയൊക്കെ ആയിരിക്കും മനസ്സിൽ
ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്. പക്ഷേ പൊതുസമൂഹത്തിന് കൊടുക്കുമ്പോൾ നല്ലത് മാത്രം കൊടുക്കുക, പറ്റുന്നിടത്തോളം നിങ്ങൾ നല്ലത് മാത്രം കൊടുക്കുക. പിന്നെ അടിച്ചേൽപ്പിക്കുവാണ് ഇവരെല്ലാം മോശക്കാരാണ്, ഇവരുടെ ഈ ചിന്ത തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല. അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് 2 വിഭാഗം 3 വിഭാഗം, അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ജീവിക്കണമെന്ന്? അല്ലെങ്കിൽ 1 കൂടുതൽ പ്രാവശ്യം കല്യാണം കഴിച്ചുകൂടെന്ന് വല്ലതും ഉണ്ടോ? എടോ, കല്യാണം എന്ന് പറയുന്നൊരു പ്രോമിസാണ്. അവരുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്. അതിൻ്റെ പുറത്ത് മാതാപിതാക്കളെ സംതൃപ്തിപ്പെടുത്താൻ, നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരെ പൊട്ടന്മാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം വിവാഹം കഴിച്ചതാണ് അവർ. ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലെങ്കിൽ എന്താ പറയുക? സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണും. ചിലപ്പം ഇതിനോട് ഒരു യോജിപ്പും കാണില്ല, ഈ വീഡിയോയോട് ഒരു യോജിപ്പും കാണത്തില്ല. എന്നാൽ നിങ്ങളുടെ കമൻറ്റുകൾ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.